ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റൈസ് ആണ്. വെറും 5 മിനിറ്റുകൾക്കുള്ളിൽ നല്ല കിഡിലൻ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു ഈസി ആൻഡ് ടേസ്റ്റി സ്പെഷ്യൽ റൈസ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എത്രയാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഇരട്ടി അളവിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 6-7 ഏലക്ക, ഒരു 10-12 ഗ്രാമ്പു, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗീ കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പം നമ്മുടെ വെള്ളവും സ്പൈസസും കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നമ്മളിവിടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ റൈസ് കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് പോട്ടൊന്ന് തുറന്ന് നോക്കാം. റൈസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പൈനാപ്പിൾ ആണ്. ഒരു 4 പീസ് പൈനാപ്പിൾ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം ടൂട്ടി ഫ്രൂട്ടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടൂട്ടി ഫ്രൂട്ടി കയ്യിലില്ലെങ്കിൽ ഒരല്പം കാഷ്യൂ നട്ട്സും റൈസിൻസും കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസിന് നല്ലൊരു ഭംഗി കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റൈസ് ആണ്. കറിയുടെ കൂടെ ഇതൊരിക്കലും സെർവ് ചെയ്യരുത്. ഇതിലേക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളത് ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, ചിക്കൻ മസാല, ബീഫ് മസാല, ഇതെല്ലാം ഇതിലേക്ക് നല്ല കിഡിലൻ കോമ്പിനേഷൻ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.